ഇതാരടാ ഈ അണ്ടർവെയർ ഇട്ട് വണ്ടി ഓടിക്കുന്നത്? അവൾ ആരാളും തിരക്കാനാ നിനക്ക് നേരം? എന്റെ കുറുക്കുളുക്കി. അയ്യോ സാരമില്ല. എവളെ അന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതിനിടയില 5-6 പേര് കയറി വന്ന് എന്നെ പെരുമാറിയിട്ട് പോയതും അന്ന് എന്റെ കുറുക്കുളുക്കി. എവളെ കാണുന്നതിന്റെ അന്നെല്ലാം എന്റെ കുറുക്കുളുക്ക്. ഭാഗ്യം. അല്ല എന്റെ കുറുക്കുളുക്കില്ലല്ലോ എന്ന് പറയായിരുന്നു. പോട്ടെ സാരമില്ല, നീ വാ. ആ ചോദിക്കാൻ വിട്ടുപോയി, നിന്റെ കൊലക്കേസിന്റെ കാര്യം എന്തായി? കേസ് വിജയിച്ചു. അപ്പൊ പ്രതി കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തോ അതോ കൊല കയറിൽ നിന്ന് ഊരിക്കൊടുപ്പിച്ചോ? വാഴക്കൊല. അപ്പൊ നീ കോടതിയിൽ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു, എല്ലാം കാണുകയും ചെയ്തു. ഓ, വിധി പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്നുള്ള നിന്റെ ടെൻഷൻ ഞാൻ കണ്ടു. എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സുശീല. നീ കളിയാക്കിക്കോ. കോടതിയിലെ ക്രിമിനൽ ലോയർ സുശീലൻ ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതെ നിത്യവൃത്തിക്ക് വേണ്ടി അലയുന്ന ഒരു കേസിലെ വക്കീലാടാ. കോട്ടുവിട്ട് കോടതി വരാന്തയിലൂടെ തെണ്ടി നടക്കുന്ന ഒരു ക്രിമിനൽ വേസ്റ്റ്. ഇരിക്കാൻ പറഞ്ഞില്ല. എന്താ കാര്യം? ഞാനൊരു പരാതി പറയാൻ വന്നതാ. എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, തൊഴിൽ തർക്കമാണല്ലേ? അതെ. ഇരിക്കെ. അവരെന്നെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. സാർ എനിക്ക് സംരക്ഷണം തരണം. ഏതായാലും താനിവിടെ ഇരിക്കെ, ഞാനൊന്ന് ASI കണ്ടിട്ട് വരാം. അപ്പൊ SI അല്ലേ? അല്ല, ഹെഡ് കോൺസ്റ്റബിൾ. പക്ഷെ ASI ആവും 6 മാസത്തിനകം. താനവിടെ ഇരിക്കെ. അയ്യേ, പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ടാണല്ലേ? അതെ സാറേ. അപ്പോ സ്റ്റേഷനിലെ രീതികളൊന്നും അറിയില്ലാന്ന് സാരം. ഞാൻ ASIയോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ തർക്കമായതുകൊണ്ട് ഒരു 500 രൂപ അദ്ദേഹത്തിന് കൊടുത്തേക്കണം. അതാടോ അതിന്റെ ഒരു രീതി അല്ലേ? താൻ എന്തോടോ പൊട്ടം പൂരം കണ്ടോടോ നോക്കി നിൽക്കുന്നേ? അങ്ങോട്ടിട്. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ പോകുമ്പോ ഹെഡ് കോൺസ്റ്റബിളിന് ഒരു 200 രൂപ കൊടുത്തേരെ. അതാ അതിന്റെ രീതി. ഓ, 25 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇന്ന് വരെ കൈക്കൂലി ഞാൻ കൈകൊണ്ട് മേടിച്ചിട്ടില്ലടൂ. അതുകൊണ്ട് ഇങ്ങോട്ടിട്. പിന്നെ ആ കോൺസ്റ്റബിൾമാർക്കൊക്കെ ഒരു 50 രൂപ വീതം കൊടുത്തേരെ. അതാ ഇവിടുത്തെ ഒരു രീതി. ഇനി വേറെ എന്തെങ്കിലും രീതികൾ വല്ലതും ഉണ്ടോ? താൻ ധൈര്യമായിട്ട് ചെല്ലേ, കാര്യങ്ങളൊക്കെ ഞങ്ങളേറ്റു. പിന്നെ യൂണിയൻകാരെ പിണക്കിയിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ധാരണയൊന്നും വേണ്ട. ആ കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മയിരിക്കട്ടെ. ചെല്ലേ.